ഇറ്റ്സ് മൈ ഡ്രീമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് കേട്ടോ. ഇത് ചെയ്യാനുള്ള കാരണം ഇന്നുണ്ടായ ഒരു റിയൽ ഇൻസിഡൻറ്റ് തന്നെയാണ്. അതായത് രാവിലെ എൻ്റെ അമ്മച്ചാമ്മ ഉണ്ട് കേട്ടോ. അതായത് എൻ്റെ അമ്മൂമ്മ ഒരു ഷുഗർ പേഷ്യൻ്റ് ആണ്. അപ്പോൾ 3 നേരം ഇൻസുലിൻ എടുക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ അടുത്ത് വന്നല്ല എടുക്കുന്നത്. ചിലപ്പം സ്വന്തമായിട്ട് എടുക്കാറുണ്ട്. കൂടുതലും സ്വന്തമായിട്ട് തന്നെയാണ് എടുക്കാറുള്ളത് കേട്ടോ. നമ്മളൊന്നും ബുദ്ധിമുട്ടിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആൾ സ്വന്തമായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ചെറുതെടുക്കാൻ നേരം കണ്ണ് കാണാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് കൊണ്ടുവന്നിട്ട് പറയും ഇതിനകത്തുനിന്ന് എടുത്തു തരാൻ പറയും. അങ്ങനെയാണെങ്കിൽ ഒരു കൊണ്ടുവരുന്ന സൂചി ഒന്ന് കാണണം നിങ്ങൾ. അതിനകത്തൊന്നും നമ്പർ കാണാൻ പറ്റത്തില്ല. എപ്പോഴും 2-3 ദിവസം ഒരു സൂചി തന്നെ ആയിരിക്കും 2-3 ദിവസം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്പറൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ എത്ര ഡോസ് എടുക്കേണ്ടതെന്ന് ചോദിക്കും. എന്നിട്ട് പറയും 15 എടുക്കേണ്ടതെന്ന്. പക്ഷേ അതിനകത്ത് കാണത്തില്ല. അപ്പോൾ ഞാൻ ചോദിക്കും ഇതിനകത്ത് അളവൊന്നും ഇല്ലല്ലോ. എന്നിട്ട് പറയാണ് നിനക്ക് ഇഷ്ടമുള്ള എടുത്തോ, ഞാൻ കുത്തി വെച്ചോളാം എന്നാണ് പറയുന്നത്. ശരിക്കും അങ്ങനെയല്ല, നമുക്ക് കൃത്യമായിട്ടൊരു ഡോസ് ഉണ്ട്. ഡോക്ടർ പറഞ്ഞാൽ ആ ഡോസിൽ ശരിയായ രീതിയിൽ തന്നെ ഇൻസുലിൻ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അത് എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കാണുക. കാരണം നമ്മുടെ സാധാരണക്കാർ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് ഈ ഇൻസുലിൻ എടുക്കുന്നതിൽ. അത് കണ്ടതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എനിക്ക് ചെയ്യാൻ തോന്നിയത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കാണിച്ചു കൊടുക്കുക. ഇനി ആരോഗ്യത്തിന് ഒട്ടും തന്നെ യോജിക്കാത്ത ജീവിതശൈലി മൂലം നമ്മുടെ കേരളീയർ പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ വർദ്ധിച്ചു വരികയാണ്. കുട്ടികളടക്കം പ്രായഭേദമന്യേ പ്രമേഹത്തിന്റെ പിടിയിലാവുകയാണ് അല്ലേ? ജീവിതശൈലിയും കൊഴുപ്പടങ്ങിയ ഭക്ഷണം അമിതമായി കഴിക്കുന്നതും ഒക്കെയാണ് കാരണമെന്നാണ് നമ്മുടെ വിദഗ്ധർ പറയുന്നത്. പ്രമേഹത്തിന്റെ പ്രധാന ലക്ഷണങ്ങളായി കണ്ടുവരുന്നത് വർദ്ധിച്ച വിശപ്പും ദാഹവും അമിതമായ ക്ഷീണവും പെട്ടെന്ന് കാരണങ്ങളൊന്നുമില്ലാതെ ശരീരഭാരം കുറയുന്നതും കാഴ്ചമങ്ങലും ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നുന്നതും ഒക്കെയാണ്. കൊഴുപ്പ് കുറഞ്ഞ ആഹാരം, പഴങ്ങള്, പച്ചക്കറികള്, നടത്തം, സൈക്ലിംഗ് എന്നിവയൊക്കെ ശീലമാക്കുക. വരുന്നതിന് മുന്നേ നമുക്ക് തടയുക, അത്രയേ ഉള്ളൂ. 1921 കനേഡിയൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഫ്രെഡറിക് ബാൻഡിങ് ഇത്തരത്തിലുള്ള ഒരു ഇൻസുലിൻ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇന്ന് എന്ത് ചെയ്തേനെ അല്ലേ? അപ്പൊ നമുക്ക് ഇൻസുലിൻ കുത്തിവെക്കുന്ന രീതി ഒന്ന് പഠിച്ചാലോ? അതിനു മുന്നേ തന്നെ നമ്മൾ 3 രീതിയിലാണ് സാധാരണയായിട്ട് ഇൻസുലിൻ കുത്തിവെക്കാറുള്ളത്. കുപ്പിമരുന്നും സിറിഞ്ചും രീതി, പിന്നെ പെൻ ഇൻസുലിൻ രീതി, ഇൻസുലിൻ പമ്പ് രീതി. ഇൻസുലിൻ കുപ്പിമരുന്ന് ഉപയോഗിക്കുന്നതെങ്കിൽ ഇൻസുലിന്റെ വീര്യത്തിനനുസൃതമായ സിറിഞ്ച് തന്നെ തിരഞ്ഞെടുക്കുക. അതായത് ഇപ്പൊ നമ്മൾ ഡോസ് എടുക്കുന്നത് 40 ഇന്റർനാഷണൽ യൂണിറ്റ് ആണെങ്കിൽ അതിന്റെ സിറിഞ്ച് തന്നെ ഉപയോഗിക്കാം. ഇപ്പൊ 100 ഇന്റർനാഷണൽ യൂണിറ്റ് ഡോസ് എടുക്കുന്നെങ്കിൽ 100 ഇന്റർനാഷണൽ യൂണിറ്റിന്റെ സിറിഞ്ച് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കാം. അപ്പൊ നമ്മുടെ സാധാരണക്കാർ കൂടുതലും നമ്മൾ ഈ ഒരു കുപ്പിമരുന്നും സിറിഞ്ചും രീതിയായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം പോലെയുള്ള ഇൻസുലിനെ ഉപയോഗിക്കുന്നെങ്കിൽ 2-3 പ്രാവശ്യം കൈവെള്ളയിൽ കുപ്പി ഉരുട്ടുക. കുപ്പി ഒരിക്കലും കുലുക്കരുത്. ഡോക്ടർ നിർദ്ദേശിച്ച ഇൻസുലിൻ അളവിന് സമാനമായിട്ട് സിറിഞ്ചിൽ നമ്മൾ വായു വലിച്ചെടുക്കുക. കുപ്പിയിൽ സാവധാനം സിറിഞ്ചിലുള്ള വായു കുത്തിവെക്കുക. കുപ്പി തലകീഴായി പിടിച്ച് വേണ്ടുവോളം ഇൻസുലിൻ വലിച്ചെടുക്കുക. സിറിഞ്ചിൽ സാവധാനം തട്ടി വായു കുമിളകളൊക്കെ ഇല്ലാതാക്കുക. അധികമുള്ള ഇൻസുലിൻ കുപ്പിയിലേക്ക് തന്നെ മാറ്റിയിട്ട് സൂചി പുറത്തേക്ക് എടുക്കുക. കുത്തിവെക്കേണ്ട ഭാഗം, അതായത് നമ്മുടെ ചർമ്മം ഉയർത്തിപ്പിടിച്ച് സൂചി നേരെ 90 ഡിഗ്രി, അതായത് നേരെ കുത്തിവെക്കുക. ത്വക്കിനടിയിലേക്ക് അങ്ങോട്ട് കുത്തുക. കുത്തിവെച്ച ഭാഗം തിരുമേണ്ട ആവശ്യമില്ല. പെൻ ഇൻസുലിൻ രീതിയാണ് ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എങ്കിലും നമ്മുടെ സാധാരണക്കാർ അതിലേക്ക് എത്താറായിട്ടില്ല. പിന്നെ ഡിസ്പോസിബിൾ തരത്തിലുള്ളതും സ്ഥിരമായി ഉപയോഗിക്കാവുന്നതുമായ പെൻ ഇൻസുലിൻ ഒക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇനി കുത്തിവെക്കേണ്ടത് എവിടെ? സ്ഥിരമായി ഒരേ സ്ഥലത്ത് തന്നെ കുത്തിവെക്കുന്നത് ത്വക്കിനിടയിലുള്ള കോശങ്ങൾക്ക് ക്ഷതമുണ്ടാക്കാനുള്ള കാരണമുണ്ട്. അതിനാൽ കുത്തിവെക്കുന്ന സ്ഥലം കൂടെ മാറ്റേണ്ടതുണ്ട്. തുടയുടെ പുറം ഭാഗം, വയറിന് പൊക്കിളിന് ചുറ്റും, കൈയുടെ മുകൾ ഭാഗത്ത്, നിതംബത്തിൽ എന്നിവിടങ്ങളിലാണ് ഇൻസുലിൻ കുത്തിവെക്കേണ്ടത്. രോഗി സ്വയം കുത്തിവെക്കുകയാണെങ്കിൽ നമ്മുടെ പൊക്കിളിന് ചുറ്റുമോ തുടയുടെ പുറം ഭാഗത്തോ ഒക്കെ കുത്തിവെക്കാം. സൂചി ദിവസേന മാറ്റണം കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ സാധാരണ ഇൻസുലിൻ കുത്തിവെക്കുന്ന രോഗികൾ കാണുന്ന പ്രയാസങ്ങള് കുത്തിവെക്കുമ്പോൾ ശക്തമായ വേദന അനുഭവപ്പെടുക, രക്തം വരിക, തടിപ്പുണ്ടാവുക, നിറവ്യത്യാസം കാണുക എന്നിവയൊക്കെയാണ്. അപ്പോൾ നമ്മൾ പരമാവധി സൂചി ദിവസവും മാറ്റാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇൻസുലിൻ സൂക്ഷിക്കേണ്ട വിധം ഒന്നും കൂടി പറഞ്ഞുതരാം. തുറന്നിട്ടില്ലാത്ത ഇൻസുലിൻ റെഫ്രിജറേറ്ററിൽ നമുക്ക് 2 മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെ ഊഷ്മാവിൽ സൂക്ഷിക്കാം. ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഇൻസുലിൻ അന്തരീക്ഷ ഊഷ്മാവിൽ 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ 4 ആഴ്ച വരെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഫ്രീസറിലും സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്ന പ്രതലത്തിൽ ഒരിക്കലും കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യരുത്? ഈ ഇൻസുലിൻ സൂക്ഷിക്കരുത്. ഫ്രീസറിൽ സൂക്ഷിച്ചതാണെങ്കിൽ അത് കളഞ്ഞേ പറ്റൂ, അത് യൂസ് ചെയ്യാൻ പാടില്ല.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ തീർച്ചയായും നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെടുമെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ, നിങ്ങളുടെ അമ്മമാരിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക. ഇൻസുലിൻ എടുക്കുന്നവരാണെങ്കിൽ, അറിയാത്തവരാണെങ്കിലും ഇതൊക്കെ അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കാനൊക്കെ ഇൻഫർമേഷനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇങ്ങനത്തെ ഉള്ള ഒരുപാട് തെറ്റുകൾ നമ്മൾ മിക്കവാറും ചെയ്യുന്നവരായിരിക്കാം. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. നമുക്കങ്ങനെ അറിയത്തില്ലല്ലോ, നമ്മുടെ ആരും ഇത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരാറില്ല. അപ്പോൾ അത് ഇനിയുള്ളതെങ്കിലും നിങ്ങൾ സൂക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിലൂടെ ഇനിയും കാണാം കേട്ടോ. അതുവരയ്ക്കും തരാ.